മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ ഒരു പെൺകുട്ടി 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ദേഹം മുഴുവൻ ബേൺസ് ആയിട്ട് അഡ്മിറ്റായി. അത്ര ഡീപ്പ് അല്ലാതെ കൊണ്ട് ആ കുട്ടി റിക്കവർ ചെയ്ത് കിട്ടി. അപ്പോൾ അത് അവളുടെ കേസ് ഷീറ്റിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ആദ്യം മണ്ണെണ്ണ ദേഹം ഫുൾ ഒഴിച്ചു, അതിനുശേഷം പഞ്ചസാര ടിന്നെടുത്ത് തലയിൽ കൂടെ തട്ടി, അതിനുശേഷം അവള് തീ കൊളുത്തി. അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹമൊക്കെ ഉരുകിയിട്ട് അവളുടെ താടിയും ഏകദേശം കഴുത്തും ഒക്കെ ഇങ്ങനെ ഉരുകി പിടിച്ച ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ബേൺസ് പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കിടത്തും. പിന്നെ അവർക്ക് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ അതിനകത്തോട്ട് കടത്തത്തുള്ളൂ. അവർക്ക് ഡ്രസ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവൾ റിക്കവറായി, അതായത് അപകടനിലയൊക്കെ കഴിഞ്ഞു. അവൾ വാർഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ദിവസം ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവളുടെ അമ്മ കൂടെ അടുത്ത് ചേർന്നിരിപ്പുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാ കുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അമ്മ പറഞ്ഞു, അവൾക്ക് ഒരു കൈക്ക് ഒരു ഡിഫോമിറ്റി ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ അവൾക്ക് ചെറുതായിട്ട് കോങ്കണ്ണുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സ് അവളെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കും. ഇത് പറഞ്ഞിട്ട് അവളെ കളിയാക്കും. അതിൻ്റെ വേദനയിലാണ് അവൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ നോക്കി. അതിൻ്റെ ഏകദേശം ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, ആ താടിയും അതുപോലെ തന്നെ കഴുത്തും ഏകദേശം ഉരുവി ഇങ്ങനെ ഇരിപ്പുണ്ട് ആ കുട്ടിയുടെ മുഖമൊക്കെ അങ്ങ്. അപ്പം ഇനി ഇങ്ങനെ അവൾ സർവൈവ് ചെയ്യും എന്ന ആ ഒരു സെക്കൻഡിൽ ഞാനിങ്ങനെ ഓർത്തു. എങ്കിലും അവളുടെ കണ്ണുകളിൽ ഉള്ളൊരു ഭാവം വെച്ചിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവൾ ഏതോ ഒരു ഫ്രണ്ട്സുകൾ കളിയാക്കിയനായിരിക്കില്ല അവൾ ഈ കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക. അവൾക്ക് അത്രയേറെ വേണ്ടപ്പെട്ട, അവൾ അത്രയേറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ മറ്റോ ഉണ്ടായ ഒരു വിഷമത്തിന്റെ പുറത്തായിരിക്കും ഇനി ഈ ലോകത്തെ വേണ്ട എന്ന് വിചാരിച്ച് അവൾ ഈ ഉദ്യമത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് അവളുടെ കണ്ണിൽ നിന്ന് വായിക്കായിരുന്നു. ഞാൻ അവളോട് പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല. കാരണം ഈ അവസ്ഥയിൽ അവളോട് വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവളോട് ഇത്ര മാത്രം പറഞ്ഞു നിർത്തി. ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനിടയിൽ ഞാൻ അമ്മളോട് പറഞ്ഞു, മോളെ, നിന്റെ കുറവുകളും നിന്റെ പോരായ്മകളും അറിഞ്ഞ് നിന്നെ സ്നേഹിച്ച് നിന്റെ കൂടെ നിൽക്കുന്നവർ മാത്രമായിരിക്കണം ഇനിയുള്ള കാലത്ത് നിന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിന്റെ ബന്ധുക്കൾ. നിന്റെ കുറവുകളെ ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിന്റെ പോരായ്മകളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ നീ നിന്റെ സുഹൃത്തുക്കളായോ നിന്റെ ബന്ധുക്കളായോ കൂടെ വെച്ചേക്കരുത് കേട്ടോ. എത്രയും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞോളൂ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അധികം അറിയാലോ, മെഡിക്കൽ കോളേജാണ്, എത്ര പേഷ്യൻസ് ആണ് ഒരു ദിവസം നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് അത്രയും ലിമിറ്റേഷൻസ് ഉണ്ട് ഓരോരുത്തരുടെ സംസാരിക്കാന്ന് വെച്ചാൽ. ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിന് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞു, കുറച്ച് ഡിസ്ചാർജൊക്കെ ആയിപ്പോയി. ഞാൻ അവളോട് പറഞ്ഞത്, അവൾ പാലിക്കുന്നുണ്ടോ, അവൾ ലൈഫിൽ അങ്ങനെ തന്നെയാണോ പിന്നെ മുന്നോട്ട് പോയത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ലൈഫിൽ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ പോരായ്മകൾ അറിഞ്ഞ് എൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായി വെക്കാൻ ശ്രമിക്കാറുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കാറുള്ളൂ. അല്ലാതെ കുറ്റപ്പെടുത്തുകയും എൻ്റെ സന്തോഷത്തിലും അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന നേട്ടങ്ങളിലും അസൂയപ്പെടുന്ന ആൾക്കാരെ ഞാൻ അടുത്തു പോയി നിർത്താറില്ല. അവരിറങ്ങിപ്പോകാൻ ഞാൻ കാത്തു നിൽക്കാറില്ല. ഞാനായിട്ട് തന്നെ ഇറങ്ങി പോകാറുണ്ട് എപ്പോഴും.